രാഷ്ട്രീയത്തിൽ നിർണായകമായൊരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളത്തെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണകക്ഷിയായ CPIM-ൽ നിന്നും നിർണായകമായ തീരുമാനങ്ങൾ പുറത്തുവരികയാണ്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാർട്ടിയെയും ഇടതുമുന്നണിയെയും നയിക്കുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വ്യക്തമായ സൂചനകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. തുടർച്ചയായി 2 തവണ ഭരണ നേതൃത്വം വഹിച്ചവർക്ക് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന 2 ടേം നിബന്ധനയിൽ പിണറായി വിജയന് വേണ്ടി പ്രത്യേക ഇളവ് നൽകാനാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ആലോചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ നേതൃമാറ്റം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നെങ്കിലും പിണറായി വിജയന്റെ കരുത്തറ്റ നേതൃത്വത്തിന് പകരം വെക്കാൻ മറ്റൊരു പേര് നിലവിൽ പരിഗണനയിൽ ഇല്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അപായ സൂചനയായിരുന്നു. ഭരണവിരോധ വികാരവും വിവാദങ്ങളും പാർട്ടിയുടെ അടിത്തറയിൽ വിള്ളലുകൾ വീഴ്ത്തിയെന്ന വിലയിരുത്തലുകൾക്കിടയിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യാൻ പാർട്ടി തയ്യാറായില്ല. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പിണറായി വിജയന്റെ തന്നെ പ്രതിച്ഛായ അനിവാര്യമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പക്ഷം. എന്നാൽ കേവലം ഒരു വ്യക്തിയെ മാത്രം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപകടകരമാണെന്ന ബോധ്യത്തിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ശുദ്ധീകരണം നടത്താനും നേതൃത്വ യോഗം തീരുമാനിച്ചിട്ടുണ്ട്.